കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഞായറാഴ്ച എന്ത് പ്രസംഗിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു വേദഭാഗത്തിൽ നിന്ന് സംസാരിപ്പാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി ഒരു വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ഐശയ്യാ ചാപ്റ്റർ 45 വേഴ്സ് 22. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. മതി. Turn to me and be saved, all the ends of the earth, for I am God and there is no other. സകല ഭൂസീമവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. സ്തോത്രം. നമുക്കറിയാം, ഈ സംഭവബഹുലമായ ഒരു വർഷമാണ് നമ്മെ വിട്ട് കടന്നു പോകുന്നത്. ഈ 2020 പ്രാരംഭ ദിനങ്ങൾ, ഇതിനു മുൻപ് തന്നെ 2020 കുറിച്ച് വലിയ പ്രതീക്ഷകൾ മുൻകാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നു. ലോക നേതാക്കന്മാർക്ക്, ലോക രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ മുൻപ് അവസരം പറഞ്ഞതുപോലെ നമ്മുടെ ഫോമർ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം വിഷൻ 2020 എന്ന് പറയുന്ന ഒരു വലിയ ദർശനം തന്നെ അദ്ദേഹം മുൻപോട്ട് വെച്ച 2020 ഇന്ത്യ എവിടെ എത്തി നിൽക്കും, 2020 ചൈനയുടെ അവസ്ഥ എന്താകും, അമേരിക്ക എവിടെ എത്തി, ഇങ്ങനെ ഓരോ രാജ്യങ്ങളും, ബ്രിട്ടൻ എവിടെ എത്തും, എല്ലാ രാജ്യങ്ങൾക്കും 2020 കുറിച്ച് സകല മനുഷ്യർക്കും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പ്രാരംഭ മാസങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. എന്നാൽ മാർച്ച് മാസത്തോടുകൂടി നാം ഇന്ന് നേരിടുന്ന ഈ വലിയ പ്രതിസന്ധി ലോകം മുഴുവൻ വ്യാപിക്കുകയും ഓരോ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും നാം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, മുൻ തലമുറകൾ ഒരുപക്ഷെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് ലോകം കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. ഇന്ന് നമുക്ക് കൂടി വരാൻ കഴിയാതെ നാം എല്ലാവരും നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഇരുന്ന് വളരെ ലിമിറ്റഡ് ആയുള്ള സൗകര്യങ്ങളിൽ നമ്മുടെ കർത്തവ്യങ്ങളിൽ വ്യാപൃതരാകുന്നു എന്നുള്ള ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷം 2021 നമ്മെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. പക്ഷെ നമുക്കറിയില്ല 2021 വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം ഇതിന്റെയൊക്കെ മധ്യത്തിൽ, സ്തോത്രം, ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ, നമ്മൾ ചിന്തിക്കാത്ത നിലയിൽ ഒരുപാട് പ്രതീക്ഷകളോട് നമ്മൾ മുൻപോട്ട് പോയ അവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ പറിച്ചു നടപ്പെട്ട ഒരു പുതിയ സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ലോകത്തിന്റെ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുമ്പോൾ, ലോകത്ത് നാളെ എന്താകുമെന്നുള്ള ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളുമായി, ഒരുപാട് ചോദ്യങ്ങളുമായി ഈ ലോകം മുന്നോട്ട് പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും പ്രത്യാശ വയ്ക്കുവാൻ കഴിയുന്ന, എനിക്ക് നിങ്ങൾക്കും ആശ്രയിക്കുവാൻ കഴിയുന്ന, ഏത് സമയത്തും ഏത് പരിതസ്ഥിതിയിലും ആശ്രയിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ അത് നമ്മുടെ ഹൃദയത്തിനകത്തെ കരക്കിട്ടുറപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നത് സത്യമായ ഒരു വസ്തുതയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നമ്മളെ വായിക്കുന്നത് ഇങ്ങനെയാണ്: Turn to me and be saved. എന്നിലേക്ക് തിരിയുവിൻ. സ്തോത്രം. നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. സ്തോത്രം. രക്ഷ പ്രാപിപ്പീൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. നമുക്കറിയാം, ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ യഹോവയായ ദൈവം പറയുന്ന ഒരു പദപ്രയോഗമാണ് പ്രവാചകനിലൂടെ. അതിന് മുകളിലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ യെശയ്യാ പ്രവചനം 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ബാബിലോണിലേക്ക് പോയ, അല്ലെങ്കിൽ ബാബിലോണിലേക്ക് അടിമകളാകുന്ന, പ്രവാസത്തിലേക്ക് കടന്നു പോകുന്ന ജനത്തിന്റെ കഷ്ടത, ആ ജനത്തിന്റെ നിന്ന, അവരനുഭവിക്കുന്ന വ്യഥകൾ, അവര് ദൈവത്തിലേക്ക് മടങ്ങി വരാത്തത് കൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു, ദൈവം അവരെ ബാബിലോണിലേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു വാക്യങ്ങളാണ്, പ്രവചന അവസ്ഥകളാണ് നമ്മൾ 39 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. എന്നാൽ 40 മുതൽ 54 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് മടങ്ങി വരുന്ന ഇസ്രയേലിന് എങ്ങനെ ദൈവം ആശ്വാസപ്രദനാകും എന്ന നിലയിൽ
യെശയ്യാവ് തന്റെ പ്രവചനവാക്യങ്ങളെ കുറിച്ച് അവരോട് അറിയിക്കുകയാണ്. 55 മുതൽ തുടർന്നങ്ങോട്ടുള്ള 66 വരെയുള്ള അധ്യായങ്ങൾ നാം കാണുന്നത് ഭാവി പ്രത്യാശ, ഇസ്രായേലിന്റെ ഭാവി പ്രത്യാശ. അവർ ഏത് നിലയിൽ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവിയുടെ ശ്രേഷ്ഠമായ അവസ്ഥകളെ കുറിച്ച്, ഏത് ദൈവമാണോ അവരെ പ്രവാസത്തിലേക്ക് അയച്ചത്, ഏത് ദൈവമാണോ അവരെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തേക്ക് ശിക്ഷയ്ക്ക് ന്യായവിധി അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ ശിക്ഷിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്, ആ ദൈവം തന്നെ അവരെ മടക്കി കൊണ്ടുവരികയും ആ ദൈവം തന്നെ അവരെ അനുഗ്രഹിക്കുകയും അവരുടെ ഭാവി പ്രത്യാശയെ കുറിച്ച് ഉറപ്പ് നൽകുകയും ചെയ്യുന്ന വാക്യങ്ങളാണ് നമ്മൾ അവസാന അധ്യായങ്ങളിൽ കാണുന്നത്. ഇസ്രായേലിനെ കുറിച്ച് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ, അവരെ അബ്രഹാമിലൂടെ ദൈവം അവരെ കണ്ടപ്പോൾ, അല്ല അതിനു മുൻപേ ദൈവത്തിന് അവരെ കുറിച്ചുള്ള ദീർഘമായ പദ്ധതിക്കകത്ത് ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. This nation need to be a holy nation. ഇതൊരു വിശുദ്ധ ജനമായിരിക്കണം. എന്നെ മാത്രം ആരാധിക്കുന്ന, എനിക്ക് വേണ്ടി മാത്രം വേർതിരിയപ്പെട്ട, എന്നെ മാത്രം പിൻപറ്റുന്ന, ഞാൻ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ഒരു ജനതയായിരിക്കണം ഇസ്രായേൽ എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പിൽക്കാല ചരിത്രം നാം കാണുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ തലത്തിൽ പ്രവർത്തിക്കുന്ന, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചിന്തകളിലേക്ക് അവര് മാറ്റപ്പെടുന്ന അനുഭവങ്ങളാണ്. അതിന്റെ മുകളിലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു. 18-ാം വാക്യത്തിൽ, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതെ അവൻ അതിനെ നിർമ്മിച്ചത്. എന്നിട്ട് ദൈവം പറയാം, ഞാൻ തന്നെ യഹോവ, I am the only God, I am God. യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല. സ്തോത്രം. നമുക്കറിയാം, ഈ ഒരു വർഷം ലോകം മുഴുവൻ ഉയർത്തിയ ഒരു വലിയ ചോദ്യമുണ്ട്. Where is God? ദൈവം എവിടെയാണ്? എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന പ്രത്യേകമായ ഒരു രോഗാവസ്ഥയിൽ ലോകം മുഴുവൻ അതിന്റെ പിടിയിൽ അമർന്നിരിക്കുമ്പോൾ where is this God? ഈ ദൈവം എവിടെയാ? എന്തേ ഈ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയാത്തത്? എന്തേ ഈ ദൈവം ഒളിച്ചിരിക്കുകയാണോ? ഒരുപാട് പത്രവാർത്തകൾ, ആർട്ടിക്കിളുകൾ, ഒരുപാട് കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തു, പ്രസംഗിച്ചു, പറയപ്പെട്ടു. എന്നാൽ ലോകത്തിന് മുൻപിൽ വലിയ ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. ഇന്നും അത് നിലനിൽക്കുന്നു. എന്തുകൊണ്ട് ദൈവം സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല? ഇങ്ങനെയൊരു ദൈവമാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഇങ്ങനൊരു ദൈവത്തെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? ഇങ്ങനൊരു ദൈവത്തെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? ഈ ചിന്തകളൊക്കെ മുൻകാലങ്ങളിൽ ദൈവദാസന്മാരുടെ വ്യത്യസ്തമായ ശുശ്രൂഷകളിൽ, പ്രസംഗങ്ങളിൽ നമ്മൾ അതിന്റെ മറുപടികളിലൊക്കെ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് കൃപ തരട്ടെ. നമ്മെ ജീവനോടെ പരിപാലിച്ച ഈ ദൈവത്തിന് നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ ജീവൻ നമ്മിൽ ശേഷിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. നമ്മെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അത് പൂർണ്ണമായിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇനിയും എന്റെയും നിങ്ങളെയും ഒക്കെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാനുണ്ട്. നമ്മിലേക്ക് ദൈവം പകർന്ന കൃപകൾ, നമ്മിലേക്ക് ദൈവം പകർന്ന അവസരങ്ങൾ, താലന്തുകളൊക്കെ ഇനിയും വ്യാപാരം ചെയ്യുവാനുണ്ട്. അതിന്റെ കണക്ക് മടക്കി കൊടുക്കുന്നത് ആ സമയം വരുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് മാത്രമേ നമ്മെ അല്ലെങ്കിൽ നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുക. അതുവരെ ജീവനുള്ളത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ജീവനുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ജീവനുള്ള കാലത്തോളം ഞാൻ യഹോവയെ സ്തുതിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സഭയെ, നമുക്ക് ജീവനുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇന്ന് പകൽക്കാലം ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ, അല്ലെങ്കിൽ ഒരു വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ഈ പകൽക്കാലം ഫ്രീ ആയിട്ട് എനിക്കും നിങ്ങൾക്കും ശ്വാസം നടത്തുവാൻ കഴിയുന്നെങ്കിൽ അതിന് ദൈവത്തോട് നന്ദി പറയണം. ലോകം എന്തു പറയട്ടെ, ലോകത്തിലുള്ളവർ എന്ത് ചിന്തിക്കട്ടെ, പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഞാൻ നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ നമ്മുടെ ജീവന്റെ ദാതാവാണ്, നമ്മുടെ ജീവന്റെ ഉടയവനാണ്. യഹോവ ദൈവം ഇന്ന് പകൽക്കാലവും ആ വ്യക്തമായ സത്യം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ആഴത്തിൽ വേരുറപ്പിക്കുവാൻ
പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, അതുകൊണ്ട് എന്നിലേക്ക് നോക്കുവിൻ. Turn to me, എന്നിലേക്ക് നോക്കുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒരുപാട് വാക്യങ്ങൾ അതുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ ഒത്തിരി വിശദീകരിക്കുവാൻ സമയമെടുക്കുന്നില്ല. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിച്ച് മുൻപോട്ട് പോകാം. അതേ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Verse 20. നിങ്ങൾ കൂടി വരുവീൻ, ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവീൻ. വിഗ്രഹമായ ഒരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. ദൈവം പറയുന്ന ഒരു വ്യക്തമായ സത്യമുണ്ട്. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, എന്നിലേക്ക് തിരിയുന്നവന് മാത്രമേ രക്ഷയുള്ളൂ, അല്ലാതെ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. Ultimately, I am the Lord who created everything. ഞാനാണ് സകലം നിർമ്മിച്ചത്, ഞാനാണ് സകലത്തിന്റെയും സൃഷ്ടാവ്. സകലം ഒന്നും ഞാൻ അറിയാതെ ചലിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ സത്യം വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അനേക ആളുകൾ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരക്കപ്പായലിലാണ്. ലോകം നമുക്കറിയാം. ലോകത്ത് മതങ്ങൾ ഇത്രയധികം ഊഷ്മളമായ രീതിയിൽ ഇടപെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എല്ലാ മതങ്ങളിലും നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമേ ഈ വലിയ ഉണർവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഉണർവെന്ന നിലയിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളെ പോലെയുള്ള ഇതൊക്കെ ക്രിസ്ത്യാനിറ്റി മാത്രം. നോ, ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല, ഹിന്ദുയിസത്തിനകത്ത് വളരെ ശക്തമായ പുതിയ പുതിയ മൂവ്മെന്റുകൾ ഉടലെടുത്തു. എന്താ കാര്യം? ഇപ്പൊ ഉള്ളത് പോരാ എന്ന് തോന്നിയിട്ട് പുതിയതുണ്ടായി. മറ്റു മതങ്ങളിലെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ വേറൊരു നിലയിൽ വ്യക്തമായി മനസ്സിലാക്കത്തക്ക നിലയിൽ, നമുക്ക് കാണത്തക്ക നിലയിൽ പുതിയ പുതിയ മൂവ്മെന്റുകൾ ഉടലെടുക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ഡെക്കേഡുകളിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് നാം എത്തി നിൽക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്ന ലോകം മുഴുവൻ ഒരു വലിയ സെർച്ചിലാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ദൈവം ഇസ്രായേലിനോട് പറയുന്നു, ജാതികൾ മുഴുവൻ അന്വേഷിക്കുന്നുണ്ട് ഒരു ദൈവത്തെ. ജാതികൾ മുഴുവൻ അവരെ വ്യത്യസ്തമായ നിലയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഞാനല്ലാതെ ദൈവമില്ല. ഇന്നത്തെ കാലവും നമ്മൾ അത്ര അറിഞ്ഞ സ്തോത്രം, അത് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഉതകുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് 22-ാം വാക്യത്തിൽ അതേ ദൈവം തന്നെ പറയുന്നു, I am the source of salvation. Because the whole world is in search of salvation. The Lord is proclaiming that I am the only God who can save. എനിക്ക് മാത്രമേ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ, ഞാൻ മാത്രമേ ദൈവമായി ഉള്ളൂ എന്നുള്ള വ്യക്തമായ സത്യം നമ്മൾ അവിടെ മനസ്സിലാക്കുകയാണ്. പുതിയ നിയമത്തിൽ വ്യത്യസ്തമായ ഒരുപാട് പാസേജുകളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തനെയും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. പുതിയ നിയമ ദൈവസഭയുടെ ഏറ്റവും അടിസ്ഥാനമായ ഒരു തത്വം അതാണ്. ഒരുപാട് ഇസങ്ങൾ, ഒരുപാട് ഫിലോസഫികൾ, തത്വശാസ്ത്രങ്ങളൊക്കെ ഉടലെടുത്ത ഒരു സമയത്ത് അന്ന് നോസിസം ഉണ്ടായിരുന്നു, അന്ന് എപ്പിക്യൂറിയനിസം ഉണ്ടായിരുന്നു, അന്ന് സ്റ്റോയിസം ഉണ്ടായിരുന്നു എന്ന് വേണ്ട ഒരുപാട് ഫിലോസഫികൾ, തത്വശാസ്ത്ര അതിന്റെ ഏറ്റവും ഉത്തുംഗ സംഘത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ജനനം. പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവായ യേശുവിന്റെ കാൽവറി മരണത്തിലൂടെ രക്ഷ എന്ന ആ വലിയ രക്ഷയെ ലോകത്തിന് സാധ്യമാക്കി കൊടുക്കുമ്പോ അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്ന ഒരു സത്യം നാം വായിച്ചതുപോലെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സ്തോത്രം.
അങ്ങനെയാണെങ്കിൽ അത് അന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ കാലത്തും രക്ഷപ്പെടുവാൻ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിങ്കിലേക്ക് ഒരുവൻ അടുത്തു വരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ആ നാമത്തെ നാം ആരാധിക്കുന്നത്, അതുകൊണ്ടാണ് ആ നാമത്തോട് നാം പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് ആ നാമത്തെ നാം വിളിച്ചപേക്ഷിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകമുടനീളം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒരു വാക്യം കൂടെ, ആ വാക്യം ഞാൻ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. മോശ കൂടാരമെടുത്ത പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. നമ്മളിവിടെ എന്താ കാണുന്നത്? പുതുതായി സ്ഥാപിക്കപ്പെടുന്ന ഒരു ആരാധനയുടെ നിയമം. സമാഗമന കൂടാരം മോശ സ്ഥാപിക്കുമ്പോൾ, മോശ പാളയത്തിന്റെ മധ്യത്തിലായി ആ സമാഗമന കൂടാരം പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്: യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായിരിക്കേണ്ടതിനാ ദൈവം വീണ്ടെടുത്തത്. അവരെ വിശുദ്ധ ജാതിയായിരിക്കേണ്ടതിനാ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അങ്ങനെയായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, and everyone who sought the Lord. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ അന്വേഷിക്കാത്തവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ദൈവത്തെ ദൈവമായി തിരിച്ചറിയാത്തവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ദൈവമായി മനസ്സിലാക്കാത്തവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? Everyone who sought the Lord. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട പാളയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായി ആരാധന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ. അതാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്നതായ ഘടകം എന്ന് പറയുന്നത്. ലോകം എന്ത് പറഞ്ഞുകൊള്ളട്ടെ, ഈ കാലഘട്ടത്തെ കുറിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ ലോകം ഉയർത്തുമ്പോഴും എനിക്കും നിങ്ങൾക്ക് ഒരു കാര്യം സത്യമായി മനസ്സിലാക്കുവാൻ കഴിയും. ആരൊക്കെ ഈ കർത്താവിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ, ആരൊക്കെ അവന്റെ അടുത്തേക്ക് ഓടി വരുമോ, ഹല്ലേലൂയ, രക്ഷയ്ക്കായി, വിടുതലിനായി, സ്തോത്രം, ദൈവിക ഹല്ലേലൂയ കരുണയ്ക്കായി ആരൊക്കെ അടുത്തേക്ക് വരുമോ അവരെല്ലാം വിടുവിക്കുന്ന, ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 34-ന്റെ 5-ാമത്തെ വാക്യം. Psalms 34:5. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. They looked to him and were radiant, and their faces will never be ashamed. നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം. ദാവീദ് രാജാവ് അബീമേലെക്കിന്റെ മുൻപിൽ ബുദ്ധിഭ്രമം നടിച്ച്, സ്തോത്രം, അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഭ്രാന്തന്മാരില്ലാഞ്ഞിട്ടാണോ ഇവനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അവനെ അവിടെ നാട്ടിക്കളയുന്ന സമയത്ത് അവൻ പാടിയ സങ്കീർത്തനം എന്ന് അതിന്റെ ടൈറ്റിലിൽ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതൊരു പരമമായ സത്യമാണ് കേട്ടോ. സ്തോത്രം. ആരൊക്കെ ഈ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ, ആരൊക്കെ ഈ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ, അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, വളരെ സിമ്പിൾ കാര്യം. അതിനകത്ത് വലിയ ആധികാരികമായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. എന്താണെന്നറിയാമോ? ദൈവം പറയുന്നു, സീക്ക് മീ യു വിൽ ഫൈൻഡ് സാൽവേഷൻ. എന്നെ അന്വേഷിപ്പീൻ, ടേൺ ടു മീ and you will be saved. Hallelujah. ഇവിടെ എന്താ ദാവീദ് പറയുന്നത്? ഈ പ്രത്യേക സാഹചര്യത്തിൽ തനിക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ലാതെ, ബുദ്ധിഭ്രമം, അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ശത്രുവിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടവനായി. ഒരുപക്ഷെ എന്റെ ചിന്ത ഇതാണ്, ആ സമയത്ത് ദാവീദിന്റെ ബുദ്ധിക്കകത്തേക്ക് ഇങ്ങനെ ബുദ്ധിഭ്രമം നടിക്കാൻ ആലോചന പറഞ്ഞു കൊടുത്തതും ഈ ദൈവം തന്നെയാണ്. സ്തോത്രം. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ആ ചിന്തയുണ്ടായി, ഒരുപക്ഷെ അങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വളരെ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ ദാവീദ് അവിടെ രക്ഷപ്പെട്ടിട്ട്, ദാവീദ് യഹോവയ്ക്ക് പാടിയ, ദൈവത്തിന് പാടിയ സങ്കീർത്തനമാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പോലും ഏതാണ്ട് അതുപോലെ സമാനമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയവരാണ് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെന്ന് നല്ലപോലെ അറിയാം. നമ്മുടെയൊക്കെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ
There is so much to thank God this morning. ഒരുപാട് ദൈവത്തിന് നന്ദി പറയാനുണ്ട്, ദൈവത്തിന്റെ വിടുതലിന് നന്ദി പറയാനുണ്ട്. പലപ്പോഴും എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യങ്ങളിൽ, ഒരുപക്ഷെ നമ്മെ സഹായിക്കാൻ പോലും ആരുമില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആലോചന പറഞ്ഞു തന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് സ്തുതി പാടുവാനിടയാകണം, കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയാകണം. കാരണം എന്താണെന്നറിയാമോ, അവന്റെ മുഖത്തേക്ക് നോക്കി ആരെയും അവൻ എന്ത് ചെയ്തിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല, ലജ്ജിപ്പിച്ചിട്ടില്ല. സ്തോത്രം. അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവമല്ല അവൻ. ഹല്ലേലൂയ. ഒരുപാട് ചിന്തകൾ അതോടുള്ള ബന്ധത്തിൽ പറയുവാൻ നമുക്ക് കഴിയും. എന്നാൽ ഞാൻ ആ ഭാഗങ്ങളൊന്നും ഒത്തിരി വിശദീകരിക്കുവാൻ സമയമെടുക്കുന്നില്ല. ഈ യേശു ക്രിസ്തു, കർത്താവായ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം ദൈവമായി അവൻ ലോകത്തിലേക്ക് വന്നു. നമുക്ക് ഈ ലോകത്തിന് സമാധാനം കൊടുക്കുവാൻ, നമ്മുടെ ഈ ലോകത്തെ നിന്നയിലിരുന്ന അധസ്ഥിതരായ ആളുകൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി താൻ വെളിപ്പെടുത്തി. വ്യത്യസ്തമായ നിലയിൽ യേശുവിന്റെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. സുവിശേഷങ്ങൾ അതിന്റെ നേർക്കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. അവിടെ നമ്മൾ കാണുന്ന in the Gospels we read there are too many people who were in search for God. ദൈവത്തെ അന്വേഷിച്ച ഒരുപാട് പേരെ നമ്മൾ കാണുന്നു. ആരൊക്കെ ദൈവത്തിന്റെ യേശുവിന്റെ സഹായത്തിന് വേണ്ടി കരഞ്ഞോ, ആരൊക്കെ അവന്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി നിലവിളിച്ചോ, ആരൊക്കെ അവന്റെ മുഖതാവിന്റെ ദർശനം ഒന്നുണ്ടാകുവാൻ ആഗ്രഹിച്ചോ, അവരെ ഒന്നും നിരാശപ്പെടുത്താതെ എല്ലാവർക്കും കരുണ പകർന്ന, എല്ലാവർക്കും സഹായം എത്തിച്ചു കൊടുത്ത നല്ലവനായ കർത്താവ്. സ്തോത്രം. നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് വ്യക്തികളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം കാണുന്നു ബദ്ധിമായി എന്ന് പറയുന്ന കുരുടൻ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവമേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. യേശു അവന്റെ നിലവിളി കേട്ട് അവിടെ നിന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അവൻ ഓടിച്ചെന്ന് സൗഖ്യം പ്രാപിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല അതെ ഹല്ലേലൂയ സ്തോത്രം. മറ്റനേകർ യായിറസ്, അതുപോലെ കുരുട കുഷ്ഠരോഗിയായിരുന്നവര്, അതുപോലെ ശതാധിപൻ എന്ന് വേണ്ട ഭൂതബാധിതയായിരുന്ന മറിയ, രക്തസ്രാവത്താൽ വ്യഭിചാരത്തിൽ കുറ്റത്തിന് പിടിക്കപ്പെട്ട ആ സ്ത്രീ, 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്ന ആ സഹോദരി, 38 വർഷം കുളക്കരയിൽ കിടന്ന ആ മനുഷ്യൻ എന്ന് വേണ്ട ഒരു ലോങ് ലിസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. എന്താ ഇതൊക്കെ പറയുന്നത്? എന്തിനാ ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ യേശു ഈ പ്രത്യേക ഇടപെടലുകൾ, യേശുവിന്റെ സൗഖ്യങ്ങൾ, അത്ഭുതങ്ങളൊക്കെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉദ്ദേശം എന്താ? ആരൊക്കെ അവന് വേണ്ടി ആഗ്രഹിച്ചോ, ആരൊക്കെ അവന്റെ ഒരു ദർശനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവന്റെ ഒരു കൃപയ്ക്ക് വേണ്ടി അവനൊന്ന് കടാക്ഷിക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചോ, അവരെ അവൻ എന്ത് ചെയ്തില്ല, കൈവിട്ടില്ല. സ്തോത്രം. അവർക്കെല്ലാം സമാധാനം അരുളി, അവർക്കെല്ലാം സൗഖ്യം കൊടുത്ത്, അവരുടെയൊക്കെ ആ പ്രത്യേക സാഹചര്യം ഏത് നിലയിലായിരുന്നോ അതിനെ മാറ്റി അവരുടെ പാപത്തെ ക്ഷമിച്ച് അവരെ ഒരു വിശാലമായ തലത്തിലേക്ക് ദൈവം കർത്താവ് നടത്തുന്നതാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് പകൽ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഈ ചിന്തയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഒരു വാക്യം, അല്ലെങ്കിൽ അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. അത് പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. വലത്തും എടുത്തുമായി 2 കള്ളന്മാരും അവരോടുകൂടെ ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കാം, ദൈവത്തിനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിലെ രാജാവാകുന്നു. എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. മതി. നമുക്ക് ആ ഭാഗം വളരെ സുപരിചിതമാണ്. ഞാൻ ആ ഭാഗങ്ങൾ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്നു 2 കള്ളന്മാരെ അവനോടുകൂടെ ക്രൂശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ കർത്താവിനോട് കൂടെ ക്രൂശിച്ച കള്ളന്മാരെ കുറിച്ച് മറ്റു ഭാഗങ്ങളിൽ ഒക്കെ സുവിശേഷത്തിന്റെ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് എല്ലാം എടുത്ത് വായിക്കുന്നില്ല. അവിടെ ഒരു കള്ളൻ എന്താ ചെയ്യുന്നത്? അവൻ ദൈവത്തെ ദുഷിക്കുകയാണ്. കാൽവറിയിൽ കിടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ അത് തിരിച്ചറിയാൻ കഴിയാതെ അവൻ യേശുവിനെ ദുഷിക്കുന്നത് നമ്മൾ കാണുന്നു. മറ്റൊരു കള്ളനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവൻ യേശുവിനെ ദുഷിക്കുകയല്ല,
അവൻ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട്. അവിടെ യേശുവിന്റെ ക്രൂശീകരണം വളരെ വ്യക്തമായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ അവനെ കണ്ടാൽ ആളല്ല എന്നും അവന്റെ രൂപം കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാണ്. അത്ര വിരൂപമായി ശരീരം മുഴുവൻ അടിച്ച് ഉഴവുചാലുകൾ പോലെ കീറി എന്ന് പറഞ്ഞാൽ ദശ ശരീരത്തിലുണ്ടോ എന്ന് സംശയം തോന്നുന്നു. നമുക്കൊരു പക്ഷെ അത് വർണ്ണനാതീതമാണ്, വിവരിക്കാൻ കഴിയാത്ത നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. ആ ഭാഗങ്ങൾ ഇന്ന് വീണ്ടും വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് ക്രൂശിൽ കിടക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു മാംസപിണ്ഡം മാത്രമാണ്. ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ മുഴുവൻ ഇറ്റിറ്റായി ഒഴുകി പീലാത്തോസിന്റെ അരമനയിലെ ഗബത മുതൽ ഗോൽഗോഥായിൽ ഈ കാൽവറി കുന്നിലെ ക്രൂശ് വരെ ഞാൻ വിശ്വസിക്കുന്നു ആ കുരിശുമെടുത്തുകൊണ്ട് നടന്നുപോയ വഴികളിൽ ഉടനീളം യേശുവിന്റെ രക്തപ്പാടുകളുണ്ട്. തലയിൽ മുൾമുടി ചലിച്ച് അവന്റെ ആ തലയിലെ മുൾക്കിരീടം ഇറങ്ങി. ഒരുപക്ഷെ അവന്റെ മുഖം കണ്ടാൽ മുഖത്തുപോലും മുഖമെല്ലാം അവൻ ശരീരം മുഴുവൻ അടിക്കപ്പെട്ടവനായി, മുഖത്ത് രോമമെല്ലാം വലിച്ചു പറിക്കപ്പെട്ടവനായി. ഒരു എന്താ നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയുക? വിശദീകരണത്തിനപ്പുറമാണ്, നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയാത്തതിനപ്പുറമാണ് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ. യേശുവിനോട് കൂടെ രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു. അതിലൂടെ അവൻ എടുത്തു പറയാൻ ശ്രമിക്കുന്ന ഒരു സത്യമുണ്ട്. ഇവൻ നീചനാണ്. ഈ ക്രൂശിൽ കിടക്കുന്നവർ എല്ലാവരും നീചനാണ്, എന്നാൽ നടുവിൽ കിടക്കുന്നവൻ അതിനീചനാണ്. കാരണം എന്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, കള്ളന്മാരെ അത്രമാത്രം ഉപദ്രവിച്ച് കാണാൻ സാധ്യതയില്ല, അവർ കടികിട്ടി കാണും. നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റോമൻ കാലയളവിലെ ക്രൂശീകരണം എന്ന് പറയുന്നത് കാലൊടിക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ക്രൂശിച്ചതിന് ശേഷം കാലൊടിക്കുക. എന്തിനാ കാലൊടിക്കുന്നത്? ക്രൂശീകരണം നടക്കുന്നത് ശ്വാസം മുട്ടിയാണ്. ശ്വാസം മുട്ടിയാ ചാകുന്നത്. അല്ലാതെ അപ്പൊ ഈ കള്ളന്മാരെ കാലൊടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിന്റെ അസ്ഥികൾ ഒടിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ശരീരത്തിന്റെ വെയിറ്റ് മുഴുവൻ, നമുക്കറിയാം ശരീരത്തിന്റെ വെയിറ്റ് മുഴുവൻ താങ്ങുന്നത് നമ്മുടെ കാലിലാണ്. കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ സഫോക്കേറ്റ് ചെയ്ത് മരിക്കുന്ന ഒരു പ്രത്യേക മരണരീതിയായിരുന്നു റോമൻ ക്രൂശീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കള്ളന്മാരുടെ ഇരുവരുടെയും കാലുകൾ ഒടിച്ചു. യേശുവിന്റെ അസ്ഥികളെ ഒടിച്ചില്ല, കാരണം യേശു മരിച്ചു എന്നവർ മനസ്സിലാക്കി. അപ്പൊ യേശുവിന്റെ മരണം ശ്വാസം മുട്ടിയുള്ള മരണമായിരുന്നില്ല. യേശു സഫോക്കേറ്റ് ചെയ്തല്ല മരിച്ചത്, മറിച്ച് അവന്റെ അവസാനത്തുള്ളി രക്തമറി മൂർത്തിയാണ് യേശു മരിച്ചത്. അവൻ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഈ ക്രൂശിൽ കിടക്കുന്ന രണ്ട് കള്ളന്മാരെക്കാൾ അവന്റെ ശരീരത്തെ അവരടിച്ചു കീറി ഒരു മാംസപിണ്ഡം എന്ന നിലയിൽ മാത്രം ഈ നടുവിൽ യേശു കിടക്കുമ്പോൾ അവനോട് പ്രാർത്ഥിക്കാൻ തോന്നണമെങ്കിൽ ഈ മനുഷ്യൻ അതിക്രൂരനാണെന്ന് മറ്റേ കള്ളം പറയുമ്പോ ഒരു കള്ളം പറയുകയാണ്, യേശുവേ നീ എന്നോട്, നീ ദൈവപുത്രൻ എന്ന് ഞാൻ അറിയുന്നു, നിനക്ക് എന്നോടൊന്ന് കരുണയുണ്ടാകണമേ. ശ്രദ്ധിക്കൂ, അവന്റെ നോട്ടം ഈ യേശുവിലേക്കാണ്. ആ ക്രൂശിൽ താൻ കിടക്കുമ്പോൾ, താൻ ചെയ്ത കുറ്റത്തിന് താൻ ശിക്ഷ അനുഭവിച്ച് ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിലേക്ക് അവൻ നോക്കുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. കള്ളൻ വിശുദ്ധനാകുന്ന ഒരു കാഴ്ചയാണ് ക്രൂശിൽ നാം കാണുന്നത്. സ്തോത്രം. യേശു അവനെ നോക്കി പറഞ്ഞു, മോനെ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അവസാനത്തെ, അതായത് തന്റെ ശ്വാസം പോകുന്നതിന് മുൻപ് രക്ഷയുടെ വഴി തുറന്ന്, ആ രക്ഷയുടെ വഴി അതിലൂടെ ആദ്യം നടന്നു കയറിയത് ഒരു കള്ളനാണെന്ന് ഞാൻ പറയുകയാ. സ്തോത്രം. അവന്റെ പിൽക്കാല പശ്ചാത്തലങ്ങൾ വളരെ മോശമാണ്. ജീവിതം മുഴുവൻ പ്രതിസന്ധിയുടെയും വേദനയുടെയും ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ കടന്നുപോയ ഒരു മനുഷ്യനാണവൻ. പക്ഷെ ഒടുവിൽ ഈ കാൽവറി ക്രൂശിലേക്ക് അവനൊന്ന് നോക്കിയപ്പോൾ, യേശുവിനോട് അവൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ, അവന്റെ ഹൃദയത്തെ അറിഞ്ഞ്, അവന്റെ പശ്ചാത്തലത്തെ അല്ല,
അവനെ അറിഞ്ഞ് സ്തോത്രം അവനെ തന്നോടുകൂടെ പറുദീസയിൽ ഇരുത്താൻ എന്റെ കർത്താവ് മനസ്സായെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളുമൊക്കെ ആ ദയാവായ്പിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, ആ കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, ലോകത്തെ കാർന്നു തിന്നുന്ന, ലോകത്തെ അനേകരെ കൊന്നൊടുക്കുന്ന ഈ വൈറസ്, ഈ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും യേശുവിലേക്ക് ഇന്ന് പകൽ നമ്മുടെ മുഖമൊന്ന് തിരിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അവനിൽ നിന്ന് നമുക്ക് ഒരു കൃപാകടാക്ഷം ഉണ്ടാകും. ഇന്ന് പകൽ ആരെങ്കിലും എന്നെ ആകുലതകളോടെ, ഒരുപക്ഷെ ജീവിതത്തിന്റെ ഭാരങ്ങളോട്, നാളെയെക്കുറിച്ചുള്ള ആശങ്കകളോടെ, നാളെയുടെ ഭാവി എന്താകുമെന്ന നിലയിൽ 2020 ദൈവമേ ഇങ്ങനായല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കാനുള്ള ഒരു ദിവസമല്ലെന്ന്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളൊന്നും അതിനുള്ളതല്ല കേട്ടോ. സ്തോത്രം. മറിച്ച് ദൈവത്തിന് നന്ദി പറയാനുള്ള ദിനങ്ങളാ, ദൈവത്തെ സ്തുതിക്കാനുള്ള ദിനങ്ങളാ. കാരണം ലഭിച്ച അവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം പാടുവാൻ, കർത്താവിന്റെ സ്തുതി പാടുവാൻ നമ്മെ സഹായിച്ചെങ്കിൽ ആ ദൈവപ്രവൃത്തിയെ കുറിച്ച് വർണ്ണിക്കാനുള്ള, ആ ദൈവപ്രവൃത്തിയെ ഹല്ലേലൂയ എന്നും നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ആ നല്ല അനുഭവങ്ങളെ പ്രാപിക്കുന്ന ദിനങ്ങളായി ഈ വർഷത്തിന്റെ അവസാന ദിനങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു കാര്യം സത്യമാണ്, ഹല്ലേലൂയ, ലോകത്ത് എന്തൊക്കെ നടന്നാലും, ലോകം എങ്ങനെയായാലും എനിക്ക് നിങ്ങൾ നോക്കാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് യേശുവാണ്, യേശുവിന്റെ സാന്നിധ്യമാണ്. യേശുവിലേക്ക് മാത്രമാകട്ടെ നമ്മുടെ നോട്ടം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വളരെ സുപരിചിതമായ ഭാഗമാണ്. ആ വാക്യം കൂടെ വായിക്കുന്നു. സ്തോത്രം. വിശ്വസ്തന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മതി. അവിടെ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അല്ലാതെ ഈ വിശുദ്ധന്മാരോട് പറയാൻ വേറൊന്നുമില്ല. only one place to look upon, that is Christ Jesus. അതുകൊണ്ട് യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, turn to me, look unto me, എന്നിലേക്ക് നോക്കൂ ഇസ്രായേലേ, മറ്റാരിലേക്ക് നോക്കരുത്. ഇന്ന് പകൽ അതാണ് ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള സന്ദേശം അത് തന്നെയാണ്. Turn to me and be saved. Hallelujah. ഈ 2020 പ്രശ്നകലുഷിതമായിരുന്നു. ഈ 2020 പ്രതിസന്ധികളുടെ വർഷമായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ 2020 അവസാന ഞായറാഴ്ചയിലും ഹല്ലേലൂയ, നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിലേക്കാകട്ടെ, നമ്മുടെ കണ്ണുകൾ യേശുവിലേക്ക് മാത്രമാകട്ടെ. ഒരു മനുഷ്യനെ നോക്കി നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഒരു ലോകത്തിന്റെ വലിയ ആളുകളെ നോക്കിയിട്ട് നമുക്ക് മുൻപോട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയുകയില്ല. Turn to me and be saved. ഞാൻ ഈ ഭാഗം ഇങ്ങനെ പഠിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. C.H. Spurgeon എന്ന് പറയുന്ന വളരെ ശക്തനായ പ്രസംഗികൻ, ആത്മീക ആ മനുഷ്യൻ, അദ്ദേഹം ആദ്യമായിട്ട് തന്റെ പാപജീവിതം താൻ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ പറഞ്ഞു, why don't you come for our prayer? ഞങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് നീ വന്നാൽ നിനക്ക് എന്തുകൊണ്ട് വന്നുകൂടാ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ച്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് സ്പർജൻ പ്രാർത്ഥനയ്ക്ക് പോയി. അവൻ താൻ ആ പ്രാർത്ഥനാലയത്തിൽ ചെന്ന് അവിടെ ഇരിക്കുമ്പോ അവിടുത്തെ ആ കൂട്ടായ്മയിൽ ഏറ്റവും പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു ലേമൻ, ഒരു സാധാരണ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവചനം 45-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിച്ചിട്ട് അദ്ദേഹം പ്രബോധിപ്പിക്കുവാൻ തുടങ്ങി. Turn to me and be saved. Look unto me. എന്നിലേക്ക് നോക്കൂ, രക്ഷപ്പെടൂ എന്നുള്ളതായ, അല്ലെങ്കിൽ എന്നിലേക്ക് നോക്കൂ, ആശ്വാസം പ്രാപിക്കൂ എന്നുള്ള ആ വചനം എടുത്ത് പ്രസംഗിച്ചു. അന്ന് രാത്രി C.H. Spurgeon എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ പാപിയായ മനുഷ്യൻ തന്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തിയ അനേക ഭക്തന്മാരെ പിൽക്കാല തലമുറയിൽ ഒരുക്കിയെടുത്ത ശ്രേഷ്ഠന്മാരൊക്കെ ഇങ്ങനെ അനുഭവമുള്ളവരായിരുന്നു. അവർ യേശുവിലേക്ക് നോക്കിയപ്പോ അതിലൂടെ മാത്രമേ അവർക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ചരിത്രം, നമ്മുടെ കഥകളൊന്നും വ്യത്യസ്തമല്ല. ഇന്ന് പകൽ ഒരു പക്ഷെ സാക്ഷ്യത്തിന് സമയം എടുത്താൽ നമുക്കെല്ലാം ഒരുപാട് പറയാൻ കാണും. ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ, വേദനയുടെ, നിരാശയുടെ, തിക്തമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോ ആരോടും പറയാൻ കഴിയാതെ, ആരോടും ഒരു വാക്ക് പോലും ഉരിയാടാൻ കഴിയാതെ ഞാൻ നിങ്ങളുമൊക്കെ അതെല്ലാം ദീർഘശ്വാസത്തിനകത്ത് ഒതുക്കിയ സമയങ്ങളിലും കർത്താവിലേക്ക് നോക്കിയവർ, യേശുവിലേക്ക് നോക്കിയവർ, അവനിലേക്ക് നോക്കിയവർ
രക്ഷ പ്രാപിക്കുന്നു എന്നുള്ള സത്യം ദൈവവചനം ഇന്ന് പകൽക്കാലവും നമുക്ക് ഉറപ്പ് തരികയാണ്. 2021 എങ്ങനായിരിക്കുമെന്ന് പ്രവചിക്കുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. എന്തൊക്കെയാണ് നാളെയുടെ വെല്ലുവിളികൾ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇനി എന്തൊക്കെയായാലും ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Turn to him. അവനിലേക്ക് തിരിയുക, അവനിലേക്ക് നോക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതൊരു പരമമായ സത്യമാണ്. ഇന്ന് പകൽക്കാലം വേദനയിലായിരിക്കുന്ന, രോഗത്തിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന, അല്ലെങ്കിൽ നാളെ ജോലി നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. അതാണ് കഴിഞ്ഞ കാല ദൈവ തലമുറയെ നിലനിർത്തിയത്. അതാണ് ദൈവസഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നെയും നിങ്ങളെയും ഒക്കെ അതാണ്, ആ വചനമാണ് വഴി നടത്തുന്നത്. അതിനായി ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടെ സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കാൻ, വരും ദിവസങ്ങൾ ജീവിപ്പാൻ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ പാദപീഠം അടുത്ത് അവനെ സ്തുതിച്ചാരാധിച്ചു മഹത്വപ്പെടുത്തി ദൈവം തരുന്ന എല്ലാ അവസ്ഥകളിലും, എല്ലാ പരിതസ്ഥിതികളിലും അവനെ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ഇന്ന് പകൽ ദൈവം നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.